പക്ഷേ ഞാൻ ഉറപ്പ് തരാം, ഈ ഇരിക്കുന്നത് 200 പേര്, 200 പേർക്ക് കമ്പനി അത് കൊടുത്തിരിക്കും. ഇവിടെ എന്നെ വിളിച്ചപ്പോൾ ഉശിരെ കൊടുത്ത് 100 പേരെന്ന് പറഞ്ഞു. കോടിപ്പേരെ. അപ്പൊ ഈ ഉശിരി കൊടുക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ബാച്ചിൽ ഏകദേശം 100 പേർക്ക് വേണമെന്നുള്ളത് ഏകദേശം 5 മുതൽ 10 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് ഒരു മാസം കുറെ പേര് എത്തിക്കാൻ സാധിച്ചു. മാത്രമല്ല ഇവിടെ ലിൻസൺ പറഞ്ഞു 1.5 കോടി കടബാധ്യതയുള്ള കുടുംബം ഇന്ന് ഫുൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് ക്ലിയർ ചെയ്തു. എൻ്റെ 1.25 കോടിയുടെ ഓഡിറ്റ് യൂസർ എൻ്റെ പോളിസിയിൽ നിന്ന് അവരെ പോളിസിയിലേക്ക് എടുക്കണം. ഏതോ ഒരു സമയത്ത് വെറുതെ ഒരു മോട്ടിവേഷൻ പുറത്ത് അനൗൺസ് ചെയ്തതാണ്, ഇത്ര രൂപ ബിസിനസ് കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അതവർ മേടിച്ചുകൊണ്ട് പോയി. സന്തോഷം. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റൊരു പ്ലസ് പോയിന്റ് ഉണ്ടായത്, അതേ പോളിസിൽ അത് പോയപ്പോൾ എന്ത് പറ്റി? ഡിഫൻഡർ കയറിയെടുക്കുക. പക്ഷേ ഇനി അടുത്ത ആ ഡിഫൻഡറിന്റെ സ്ഥാനത്ത് മറ്റൊരു വാഹനത്തെ കയറ്റണമെങ്കിൽ എന്ത് വേണം? ഡിഫൻഡർ നിങ്ങൾക്ക് ആർക്കെങ്കിലും തരണം. അപ്പൊ ഞാൻ അതുകൊണ്ടൊരു കാര്യം പ്ലാൻ ചെയ്തു. ഈ കൊല്ലം എന്തായാലും അടുത്ത ദിവസം അനൗൺസ്മെന്റ് ഉണ്ടാവും. അടുത്ത ദിവസം ഡിഫൻഡർ കൂടെ എന്ത് ചെയ്യാൻ പോവാ? അതും ഓഫർ ഇടാൻ വേണ്ടി പോണോ? വേണോ? വേണോ? അല്ലെ? അതും പോട്ടെ. അല്ലെ? അങ്ങനെ പറയുന്നത് പഴയത് പോയാലേ പുതിയത് വരൂ. പഴയത് പോയെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പോക്കറ്റിൽ കുറച്ച് കാശുണ്ട്, പോക്കറ്റിൽ അത് ചെലവാക്കിയാലേ പുതിയ പൈസ വരൂ. നിങ്ങളുടെ അലമാരിൽ പഴയ ഡ്രസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ആവശ്യമില്ല, പക്ഷെ അലമാരിൽ അതുണ്ട്. എന്ത് ചെയ്യണം? അത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്ത് ചെയ്യണം? അത് അവർക്ക് കൊടുത്താൽ അതിന്റെ സ്ഥാനത്ത് പുതിയ ഡ്രസ് വരും. എന്ത് വേണം? പഴയത് കെട്ടിപ്പടിച്ചോണ്ടിരിക്കണോ? പുതിയത് വേണം. അപ്പൊ എന്ത് ചെയ്യണം? പഴയത് കൊടുക്കണമെന്നേ. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിച്ചിരുന്നോ? പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കത് വാങ്ങാനുള്ള ശേഷിയില്ല. പോരാ, നിങ്ങൾ പോരെന്നേ. നിങ്ങൾ പോരം എന്ന് കറക്റ്റ് സമയം എന്ത് ചെയ്തിരും അത് പ്രഖ്യാപിക്കാം. പോരാ, ഓക്കെ ആണല്ലോ? അപ്പൊ എന്തായാലും അതിനു മുമ്പായിട്ട് ഞാൻ പോർച്ചിലേക്ക് വേറെ വാഹനം സെറ്റാക്കാൻ വേണ്ടി പോവാണ്. അതേ നമ്പറിൽ തന്നെ മറ്റൊരു വണ്ടി. ഓക്കെ. എന്തിനാന്ന് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ്. വേണോ? അനൗൺസ് ചെയ്യണ്ടേ?